City Gold, Gold and Diamonds, Kerala and Karnataka. തരാമെന്നു പറഞ്ഞുള്ള മിമ്പർ നൽകി തരുളാറ്റൽ അതിൽ കേറി ഖുതുബയിൽ മുഴുകി പഴയ അനഹൽ തടിപ്പുറം തന്നിൽ പോകി ൂകിയ സമയം തൊട്ടിത്തമരം വിതുമ്പിടുന്നേ മുസമ്മീലോർ ചാരി നിന്ന മരത്തടി കരഞ്ഞിടുന്നേ ൂകിയ സമയം തൊട്ടിത്തമരം വിതുമ്പിടുന്നേ മുസമ്മീലോർ ചാരി നിന്ന മരത്തടി കരഞ്ഞിടുന്നേ ഒരു നാളിൽ മദീനത്തെ മസ്ജിദിൻ പുറത്ത് നിന്ന് ഒരു കൊച്ചു പൈതലും കരച്ചിൽ പോലതാ കേൾക്കുന്നു. തരാമെന്നു പറഞ്ഞുള്ള മിമ്പർ നൽകി തരുളാറ്റൽ അതിൽ കേറി ഖുതുബയിൽ മുഴുകി പഴയ അനഹൽ തടിപ്പുറം തന്നിൽ പോകി ൂകിയ സമയം തൊട്ടിത്തമരം വിതുമ്പിടുന്നേ മുസമ്മീലോർ ചാരി നിന്ന മരത്തടി കരഞ്ഞിടുന്നേ ൂകിയ സമയം തൊട്ടിത്തമരം വിതുമ്പിടുന്നേ മുസമ്മീലോർ ചാരി നിന്ന മരത്തടി കരഞ്ഞിടുന്നേ ഒരു നാളിൽ മദീനത്തെ മസ്ജിദിൻ പുറത്ത് നിന്ന് ഒരു കൊച്ചു പൈതലും കരച്ചിൽ പോലതാ കേൾക്കുന്നു. തരാമെന്നു പറഞ്ഞുള്ള മിമ്പർ നൽകി തരുളാറ്റൽ അതിൽ കേറി ഖുതുബയിൽ മുഴുകി പഴയ അനഹൽ തടിപ്പുറം തന്നിൽ പോകി ൂകിയ സമയം തൊട്ടിത്തമരം വിതുമ്പിടുന്നേ മുസമ്മീലോർ ചാരി നിന്ന മരത്തടി കരഞ്ഞിടുന്നേ ൂകിയ സമയം തൊട്ടിത്തമരം വിതുമ്പിടുന്നേ മുസമ്മീലോർ ചാരി നിന്ന മരത്തടി കരഞ്ഞിടുന്നേ ഒരു നാളിൽ മദീനത്തെ മസ്ജിദിൻ പുറത്ത് നിന്ന് ഒരു കൊച്ചു പൈതലും കരച്ചിൽ പോലതാ കേൾക്കുന്നു. പന്ത്രണ്ടിൻ പുലരി വിരിഞ്ഞു പുഞ്ചിരി തൂകി പകല് തെളിഞ്ഞു പുന്നാര ഹബീബിൻ കൽബദിലേക്ക് നടന്നിടുന്നു. ഒടുങ്ങാത്ത സ്നേഹമിതാ കടങ്ങാത്ത മോഹമിതാ നബിദിനമെന്നും ഈമാനിനകത്ത് സ്തുതി ദിനമാനബിയെ ഞങ്ങളുടെ സ്ഥിതി അറിയൂ നിധിയേ. പന്ത്രണ്ടിൻ പുലരി വിരിഞ്ഞു പുഞ്ചിരി തൂകി പകല് തെളിഞ്ഞു പുന്നാര ഹബീബിൻ കൽബദിലേക്ക് നടന്നിടുന്നു. ഒടുങ്ങാത്ത സ്നേഹമിതാ കടങ്ങാത്ത മോഹമിതാ നബിദിനമെന്നും ഈമാനിനകത്ത് സ്തുതി ദിനമാനബിയെ ഞങ്ങളുടെ സ്ഥിതി അറിയൂ നിധിയേ. പന്ത്രണ്ടിൻ പുലരി വിരിഞ്ഞു പുഞ്ചിരി തൂകി പകല് തെളിഞ്ഞു പുന്നാര ഹബീബിൻ കൽബദിലേക്ക് നടന്നിടുന്നു. ഒടുങ്ങാത്ത സ്നേഹമിതാ കടങ്ങാത്ത മോഹമിതാ നബിദിനമെന്നും ഈമാനിനകത്ത് സ്തുതി ദിനമാനബിയെ ഞങ്ങളുടെ സ്ഥിതി അറിയൂ നിധിയേ. തരാമെന്നു പറഞ്ഞുള്ള മിമ്പർ നൽകി തരുളാറ്റൽ അതിൽ കേറി ഖുതുബയിൽ മുഴുകി പഴയ അനഹൽ തടിപ്പുറം തന്നിൽ പോകി ൂകിയ സമയം തൊട്ടിത്തമരം വിതുമ്പിടുന്നേ മുസമ്മീലോർ ചാരി നിന്ന മരത്തടി കരഞ്ഞിടുന്നേ ൂകിയ സമയം തൊട്ടിത്തമരം വിതുമ്പിടുന്നേ മുസമ്മീലോർ ചാരി നിന്ന മരത്തടി
കരഞ്ഞിടുന്നേ. ഒരു നാളിൽ മദീനത്തെ മസ്ജിദിൻ പുറത്ത് നിന്ന് ഒരു കൊച്ചു പൈതലിൻ കരച്ചിൽ പോലതാ കേൾക്കുന്നു. പന്ത്രണ്ടിൻ പുലരി വിരിഞ്ഞു പുഞ്ചിരി തൂകി പകല് തെളിഞ്ഞു പുന്നാര ഹബീബിൻ കൽബദിലേക്ക് നടന്നിടുന്നു. ഒടുങ്ങാത്ത സ്നേഹമിതാ കടങ്ങാത്ത മോഹമിതാ നബിദിനമെന്നും ഈമാനിനകത്ത് സ്തുതി ദിനമാനതിയെ ഞങ്ങളുടെ സ്ഥിതി അറിയൂ നിധിയേ. പന്ത്രണ്ടിൻ പുലരി വിരിഞ്ഞു പുഞ്ചിരി തൂകി പകല് തെളിഞ്ഞു പുന്നാര ഹബീബിൻ കൽബദിലേക്ക് നടന്നിടുന്നു. ഒടുങ്ങാത്ത സ്നേഹമിതാ കടങ്ങാത്ത മോഹമിതാ നബിദിനമെന്നും ഈമാനിനകത്ത് സ്തുതി ദിനമാനതിയെ ഞങ്ങളുടെ സ്ഥിതി അറിയൂ നിധിയേ. പന്ത്രണ്ടിൻ പുലരി വിരിഞ്ഞു പുഞ്ചിരി തൂകി പകല് തെളിഞ്ഞു പുന്നാര ഹബീബിൻ കൽബദിലേക്ക് നടന്നിടുന്നു. ഒടുങ്ങാത്ത സ്നേഹമിതാ കടങ്ങാത്ത മോഹമിതാ നബിദിനമെന്നും ഈമാനിനകത്ത് സ്തുതി ദിനമാനതിയെ ഞങ്ങളുടെ സ്ഥിതി അറിയൂ നിധിയേ. പന്ത്രണ്ടിൻ പുലരി വിരിഞ്ഞു പുഞ്ചിരി തൂകി പകല് തെളിഞ്ഞു പുന്നാര ഹബീബിൻ കൽബദിലേക്ക് നടന്നിടുന്നു. ഒടുങ്ങാത്ത സ്നേഹമിതാ കടങ്ങാത്ത മോഹമിതാ നബിദിനമെന്നും ഈമാനിനകത്ത് സ്തുതി ദിനമാനതിയെ ഞങ്ങളുടെ സ്ഥിതി അറിയൂ നിധിയേ. പന്ത്രണ്ടിൻ പുലരി വിരിഞ്ഞു പുഞ്ചിരി തൂകി പകല് തെളിഞ്ഞു പുന്നാര ഹബീബിൻ കൽബദിലേക്ക് നടന്നിടുന്നു. ഒടുങ്ങാത്ത സ്നേഹമിതാ കടങ്ങാത്ത മോഹമിതാ നബിദിനമെന്നും ഈമാനിനകത്ത് സ്തുതി ദിനമാനതിയെ ഞങ്ങളുടെ സ്ഥിതി അറിയൂ നിധിയേ. പന്ത്രണ്ടിൻ പുലരി വിരിഞ്ഞു പുഞ്ചിരി തൂകി പകല് തെളിഞ്ഞു പുന്നാര ഹബീബിൻ കൽബദിലേക്ക് നടന്നിടുന്നു. ഒടുങ്ങാത്ത സ്നേഹമിതാ കടങ്ങാത്ത മോഹമിതാ നബിദിനമെന്നും ഈമാനിനകത്ത് സ്തുതി ദിനമാനതിയെ ഞങ്ങളുടെ സ്ഥിതി അറിയൂ നിധിയേ. പന്ത്രണ്ടിൻ പുലരി വിരിഞ്ഞു പുഞ്ചിരി തൂകി പകല് തെളിഞ്ഞു പുന്നാര ഹബീബിൻ കൽബദിലേക്ക് നടന്നിടുന്നു. ഒടുങ്ങാത്ത സ്നേഹമിതാ കടങ്ങാത്ത മോഹമിതാ നബിദിനമെന്നും ഈമാനിനകത്ത് സ്തുതി ദിനമാനതിയെ ഞങ്ങളുടെ സ്ഥിതി അറിയൂ നിധിയേ. പന്ത്രണ്ടിൻ പുലരി വിരിഞ്ഞു പുഞ്ചിരി തൂകി പകല് തെളിഞ്ഞു പുന്നാര ഹബീബിൻ കൽബദിലേക്ക് നടന്നിടുന്നു. ഒടുങ്ങാത്ത സ്നേഹമിതാ കടങ്ങാത്ത മോഹമിതാ നബിദിനമെന്നും ഈമാനിനകത്ത് സ്തുതി ദിനമാനതിയെ ഞങ്ങളുടെ സ്ഥിതി അറിയൂ നിധിയേ. പന്ത്രണ്ടിൻ പുലരി വിരിഞ്ഞു പുഞ്ചിരി തൂകി പകല് തെളിഞ്ഞു പുന്നാര ഹബീബിൻ കൽബദിലേക്ക് നടന്നിടുന്നു. ഒടുങ്ങാത്ത സ്നേഹമിതാ കടങ്ങാത്ത മോഹമിതാ നബിദിനമെന്നും ഈമാനിനകത്ത് സ്തുതി ദിനമാനതിയെ ഞങ്ങളുടെ സ്ഥിതി അറിയൂ നിധിയേ. പുലരി വിരിഞ്ഞു പുഞ്ചിരി തൂകി പകല് തെളിഞ്ഞു പുന്നാര ഹബീബിൻ കൽബദിലേക്ക് നടന്നിടുന്നു. ഒടുങ്ങാത്ത സ്നേഹമിതാ കടങ്ങാത്ത മോഹമിതാ നബിദിനമെന്നും ഈമാനിനകത്ത് സ്തുതി ദിനമാനതിയെ ഞങ്ങളുടെ സ്ഥിതി അറിയൂ നിധിയേ. തരാമെന്നു പറഞ്ഞുള്ള മിമ്പർ നൽകി തരുളാറ്റൽ അതിൽ കേറി ഖുതുബയിൽ മുഴുകി പഴയ അനഹൽ തടിപ്പുറം തന്നിൽ പോകി ൂകിയ സമയം തൊട്ടിത്തമരം വിതുമ്പിടുന്നേ. മൂസമ്മീലൂർ ചാരി നിന്ന മരത്തടി കരഞ്ഞിടുന്നേ. ൂകിയ സമയം തൊട്ടിത്തമരം വിതുമ്പിടുന്നേ. മൂസമ്മീലൂർ ചാരി നിന്ന മരത്തടി കരഞ്ഞിടുന്നേ. ഒരു നാളിൽ മദീനത്തെ മസ്ജിദിൻ പുറത്ത് നിന്ന്
ഒരു കൊച്ചു പൈതലിൻ കരച്ചിൽ പോലതാ കേൾക്കുന്നു. ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത് പെർമിറ്റ് ഫീസ് വർധനവ് നിലവിൽ വന്നത് 2023 ഏപ്രിൽ 10 മുതലാണ്. ഇന്നാണ് അതിൽ ഇളവ് വരുത്തിക്കൊണ്ട് സർക്കാർ പ്രഖ്യാപനം നടത്തിയത്. ഓഗസ്റ്റ് 1 മുതൽ അത് പ്രാബല്യത്തിൽ വരുമെന്നും പറഞ്ഞിരുന്നു. ഇപ്പോൾ വ്യാപകമായി ചോദ്യം വരുന്നുണ്ട്, ഇതിനകം അടച്ചവർക്ക് ഈ ഇളവ് ലഭിക്കുമോ എന്ന കാര്യം. ചിലർ ബോധപൂർവം തന്നെ തെറ്റിദ്ധാരണ സൃഷ്ടിക്കാനും ശ്രമിക്കുന്നുണ്ട്. കാരണം സർക്കാർ പെർമിറ്റ് ഫീസ് കുറച്ച നടപടി ചിലരെങ്കിലും അല്പം നിരാശയിലാക്കിയിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ആനുകൂല്യം മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ് കിട്ടിയതെങ്കിലും സർക്കാരിനെയാണല്ലോ പഴിചാരിക്കൊണ്ടിരുന്നത്. ആ പഴിചാരാനുള്ള അവസരം നഷ്ടപ്പെട്ടതിൻ്റെ ഖേദം ചിലർ തീർക്കുന്നത് ആശയക്കുഴപ്പം സൃഷ്ടിച്ചുകൊണ്ടാണ്. ഒരു കാര്യത്തിൽ വ്യക്തത വരുത്തട്ടെ, ഇതിന് 2023 ഏപ്രിൽ 10 മുതൽ പ്രാബല്യമുണ്ടായിരിക്കും ഈ ഇളവുകൾക്ക്. അങ്ങനെ വരുമ്പോൾ ഇന്ന് പ്രഖ്യാപിച്ച നിരക്കുകൾ, കുറച്ച നിരക്കുകൾ, അത് പ്രകാരം ഉള്ള ഇളവ് നേരത്തെ പെർമിറ്റ് ഫീസ് ഒടുക്കിയവർക്കും ലഭിക്കും. അതിനുള്ള അനുവാദം ഇപ്പോൾ പ്രഖ്യാപിച്ച നിരക്ക് കഴിച്ചുള്ള തുക തിരിച്ചു കൊടുക്കാനുള്ള അനുവാദം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സർക്കാർ കൊടുക്കും. പെർമിറ്റ് ഫീസിന്റെ വരുമാനം മുഴുവൻ കിട്ടിയത് തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ്. തിരിച്ചു കൊടുക്കേണ്ടതും തദ്ദേശ സ്ഥാപനങ്ങളാണ്, സർക്കാരല്ല. അതിന്റെ നടപടിക്രമങ്ങൾ പിന്നീട് വിശദമായി സർക്കാർ ഉത്തരവായിട്ടിറക്കും. പണം തിരിച്ചു നൽകുക ഓൺലൈനായിട്ടായിരിക്കും. ഗ്രാമപഞ്ചായത്തുകളിൽ ILGMSലും നഗരസഭകളിൽ KSmartലും ഇതിനുള്ള സൗകര്യമൊരുക്കും. ഈ ഫീസ് അധികമായി ഒടുക്കിയ ഫീസ് തിരിച്ചു കിട്ടാൻ ആരും തദ്ദേശ സ്ഥാപനങ്ങളിൽ നേരിട്ട് ചെല്ലേണ്ടതില്ല. നേരിട്ട് തിരിച്ചു നൽകാനും കഴിയുകയില്ല. ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുക. ഓൺലൈൻ അപേക്ഷകൾ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനം വെരിഫൈ ചെയ്ത് ബാങ്ക് അക്കൗണ്ടിലേക്ക് അതാത് തദ്ദേശ സ്ഥാപനങ്ങൾ ഈ തുക, ഇളവ് നൽകിയ തുക തിരിച്ചു കൊടുക്കുന്ന ക്രമീകരണമാണ് ഏർപ്പെടുത്തുക. ഒരു നിശ്ചിത സമയത്തിനകം അത് കൊടുക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളോട് നിർദ്ദേശിക്കും. അതിനുള്ള അനുവാദം അവർക്ക് നൽകുന്നതാണ്. ഈ കാര്യം എല്ലാവർക്കും വ്യക്തതയ്ക്കായി അറിയിക്കുകയാണ്. ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, ഇളവ് നൽകാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുവാദം നൽകും. ഈ തുക നൽകുക നേരിട്ടായിരിക്കില്ല. അപേക്ഷ സ്വീകരിക്കുന്നത് ഓൺലൈനായിട്ടായിരിക്കും. അതോടൊപ്പം പണം നൽകുന്നതും ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും. അതുകൊണ്ട് ആരും തദ്ദേശ സ്ഥാപനങ്ങളിൽ നേരിട്ട് ഇതിനായി സമീപിക്കേണ്ടതില്ല. ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മൊഞ്ചത്തി പെണ്ണിൻ നിൻ മനം, പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ. City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity.
Venus Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venus Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Venus Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and Prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venus Trading and Services as your trusted partner in Qatar. Contact us today, 55488910. Venus Trading and Services, near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service. ലക്ഷ്യം മികച്ച ജോലിയാണെങ്കിൽ പഠിക്കാം റൂട്രോണിക്സിന്റെ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ. കേരളത്തിലുടനീളമുള്ള അംഗീകൃത പഠന കേന്ദ്രങ്ങൾ വഴി SSLC, +2, ഡിപ്ലോമ, ഡിഗ്രി പഠനം പൂർത്തിയാക്കിയവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. SC/ST വിദ്യാർത്ഥികൾക്ക് 100% സൗജന്യവും ഒപ്പം മറ്റ് വിഭാഗങ്ങൾക്ക് നിബന്ധനകളോടെ 20% വരെ ഫീസ് ഇളവിലും പഠിക്കാൻ അവസരം. PSC നിയമനങ്ങൾക്ക് യോഗ്യമായ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ കൂടാതെ റൂട്രോണിക്സ് സർട്ടിഫൈഡ് കോഴ്സുകളും തിരഞ്ഞെടുക്കാം. കമ്പ്യൂട്ടർ പരിജ്ഞാനം നേടാം, ജോലി സാധ്യതകൾ കൂടുതൽ ഉറപ്പുള്ളതാക്കാം. കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിലൂടെ സുരക്ഷിതമായ ഭാവിക്ക് ഉറപ്പുള്ള അടിത്തറ. വിളിക്കൂ 9072 or visit www.eduskilling.com. നമ്മളെല്ലാവരും വീട്ടിൽ പാചകവാതകം അഥവാ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഗ്യാസ് സിലിണ്ടർ കൊണ്ട് എന്തെങ്കിലും അപകടമുണ്ടാകുമോ എന്ന ഭയവും നമ്മളെ സദാ അലട്ടിക്കൊണ്ടിരിക്കുന്നു. അതേസമയം നമ്മൾ എത്ര പേർക്ക് ഒരു ഗ്യാസ് സിലിണ്ടർ കൃത്യമായി ഫിറ്റ് ചെയ്യാനറിയാം? ഈ ചോദ്യം കേട്ട് ആരും നെറ്റി ചുളിക്കേണ്ട. ഗ്യാസ് കൊണ്ടുവരുന്നത് മുതൽ ഗ്യാസ് ഫിറ്റ് ചെയ്യുന്നതിന് വരെ അതിൻ്റേതായ രീതികളുണ്ട്. പലപ്പോഴും നമ്മളൊന്നും അതിൽ ബോധവാന്മാരല്ല എന്നുള്ളതാണ് സത്യം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ എത്ര വലിയ മണ്ടത്തരമാണ് വീടുകളിൽ കാട്ടിക്കൂട്ടുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകും. പാചകവാതകത്തിന് നിറമോ മണമോ ഇല്ല എന്ന് നമുക്ക് എത്ര പേർക്കറിയാം? ലായനി രൂപത്തിലാണ് കുറ്റിയിൽ ഗ്യാസ് നിറച്ചിരിക്കുന്നത്. ഇതിന് മണമില്ല. പക്ഷേ ഗ്യാസ് ചോർന്നു കഴിഞ്ഞാൽ അറിയാനായി മണം നൽകിയിരിക്കുകയാണ്. വീട്ടിൽ പാചകവാതക സിലിണ്ടർ ചോർന്നാൽ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ പോലും നമ്മളിൽ പലർക്കുമില്ല. ഗ്യാസ് നൽകുന്ന കമ്പനികളും ഇതിനെക്കുറിച്ച് അവബോധം നൽകാറില്ല. ആദ്യമായി വീട്ടിലേക്ക് ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവരുമ്പോൾ അത് ചെരിച്ചിടാനോ ഉരുട്ടിക്കൊണ്ടുവരാനോ പാടില്ല. അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ ദ്രവരൂപത്തിലുള്ള ഇന്ധനം പുറത്തേക്ക് ഒഴുകി വരാനിടയുണ്ട്. നമ്മളിൽ ഭൂരിഭാഗം പേരും ഈ തെറ്റ് ആവർത്തിക്കുന്നവർ തന്നെയാണ്. ഗ്യാസ് സിലിണ്ടർ എപ്പോഴും വീട്ടിൽ വായു സഞ്ചാരമുള്ളിടത്തേ വയ്ക്കാവൂ. അതായത് സൂര്യപ്രകാശം തട്ടാത്ത സ്ഥലത്താണ് അത് സൂക്ഷിക്കാൻ എന്ന് സാരം. അല്ലെങ്കിൽ ചൂട് മൂലം സിലിണ്ടറിനുള്ളിലെ മർദ്ദം കൂടുകയും അത് സ്ഫോടനത്തിന് ഇടയാവുകയും ചെയ്യും. ഒരിക്കലും സിലിണ്ടർ കുഴിയിലിറക്കി വയ്ക്കുകയോ അടപ്പുകൊണ്ട് അടച്ചു വയ്ക്കുകയോ മറച്ചു വയ്ക്കുകയോ ചെയ്യരുത്. ഗ്യാസ് സിലിണ്ടർ പുതിയവ ഫിറ്റ് ചെയ്യുമ്പോഴും പഴയത് മാറ്റുമ്പോഴും അടുക്കളയിലെ വാതിലുകളും ജനാലകളും തുറന്നിട്ട് വായു സഞ്ചാരമുള്ളതാക്കണം എന്നുള്ള നിയമം നമ്മളിൽ എത്ര പേർ പാലിക്കാറുണ്ട്? വർഷത്തിലൊരിക്കൽ നിർബന്ധമായും ഗ്യാസ് ട്യൂബ് മാറ്റിയിടണം എന്നുള്ള കാര്യവും നമ്മളിൽ എത്ര പേർക്കറിയാം? വീട്ടിൽ ഗ്യാസ് ലീക്കാകുന്നു എന്ന് ബോധ്യപ്പെട്ടാൽ ആദ്യം ചെയ്യേണ്ടത് ഉപയോഗത്തിലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഒന്നും തന്നെ ഓഫ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. പുതുതായി ഒരു ഇലക്ട്രിക് ഉപകരണങ്ങളുടെയും സ്വിച്ച് ഇടുകയും ചെയ്യരുത്. ശേഷം ഗ്യാസിന്റെ റെഗുലേറ്റർ ഓഫ് ചെയ്താൽ തന്നെ ഭൂരിപക്ഷം പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. അടച്ചിട്ടിട്ടുള്ള വെന്റിലേറ്ററുകൾ, വാതിലുകൾ എന്നിവ ഉടൻ തന്നെ തുറന്നിടണം. ഇനി ഗ്യാസ് കുറ്റിക്ക് തീ പിടിച്ചാലോ? ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗ്യാസ് കുറ്റിക്ക് തീ പിടിച്ച് പുറത്തേക്ക് ശക്തിയായി കത്തിയാൽ അത് പൊട്ടിത്തെറിക്കില്ല എന്നുള്ളതാണ്. ലിക്വിഡ് പെട്രോളിയം പുറത്തു വന്ന് ഓക്സിജന്റെ സഹായത്തോടെയാണ് കത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ചെറിയ തീ പടർന്നു കഴിഞ്ഞാൽ കട്ടിയുള്ള പുതപ്പോ ചാക്കോ വെള്ളത്തിൽ നനച്ച് കുറ്റിക്ക് മുകളിലേക്കിട്ടാൽ തീ അണഞ്ഞു കിട്ടും. ഇങ്ങനെ ചെയ്ത് സിലിണ്ടർ തണുപ്പിച്ചതിന് ശേഷം ഗ്യാസ് ഒരിക്കലും വലിച്ചിഴച്ച് പുറത്തേക്ക് കൊണ്ടുപോകരുത്. ഉയർത്തി മാത്രമേ പുറത്തേക്ക് കൊണ്ടുപോകാവൂ. ഗ്യാസ് അടുപ്പുകൾ പുറത്തു വയ്ക്കുകയും അവിടെ നിന്ന് പൈപ്പ് വഴി കണക്ഷൻ അടുപ്പിലേക്ക് നൽകുകയും ചെയ്യുകയാണ് ഏറ്റവും സുരക്ഷിതമായ മുൻകരുതൽ എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്താൽ ഗ്യാസ് ലീക്ക് ഉണ്ടായാൽ തന്നെ പുറത്തുപോയി റെഗുലേറ്റർ ഓഫ് ചെയ്താൽ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാകും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു കുഞ്ഞു ലൈക്കും ഒരു കുഞ്ഞു ഷെയറും ഒരു കുഞ്ഞു കമൻറ്റും തരണമെന്ന് കമ്മിറ്റിയുടെ പേരിൽ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അവധിക്കാലം കഴിഞ്ഞു, വീണ്ടും സ്കൂളിലേക്ക്. കൂട്ടുകാരുമൊത്ത് ആടിത്തിമിർക്കാൻ, പാടിക്കളിക്കാൻ,
അറിവിന്റെ ആദ്യാക്ഷരം നുകരാൻ വീണ്ടും ഒരധ്യയന വർഷം കൂടി. പുതിയ ആളുകൾ, പുതിയ സൗഹൃദങ്ങൾ. സൗഹൃദങ്ങളാണ് നമുക്കെല്ലാം. കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന സൗഹൃദങ്ങളാണ് നമ്മുടെ ശക്തി. പക്ഷേ ലഹരിയുടെ ചതിക്കുഴികൾ ഒരുക്കി കാത്തിരിക്കുന്ന സൗഹൃദങ്ങളുമുണ്ട്. അവരെ തിരിച്ചറിയണ്ടേ? അവരെ ഇല്ലാതാക്കേണ്ടേ? ലഹരിയുടെ ചതിക്കുഴികളിൽ വീഴുന്ന, എരിഞ്ഞടങ്ങുന്ന നമ്മുടെ കുഞ്ഞനുജന്മാരെ, നമ്മുടെ കൂട്ടുകാരെ, അനുജത്തിമാരെ നമുക്ക് രക്ഷിക്കണ്ടേ? വിളിക്കാൻ മടിക്കണ്ട. ഒരു സുഹൃത്തിന്റെ കരുത്തോടെ, ഒരു രക്ഷിതാവിന്റെ വാത്സല്യത്തോടെ, ഒരു അധ്യാപകന്റെ കരുതലോടെ കേരള എക്സൈസ് എന്നും നിങ്ങളോടൊപ്പം. ഒരു വിളിപ്പാടകലെ. വിളിക്കേണ്ട നമ്പർ 9447178000 9061178000. ടോൾ ഫ്രീ നമ്പർ 14. 12 പുലരി വിരിഞ്ഞു, പുഞ്ചിരി തൂകി പകല് തെളിഞ്ഞു, പുന്നാര ഹബീബിൻ കൽബദിലേക്ക് നടന്നിടുന്നു. ഒടുങ്ങാത്ത സ്നേഹമിതാ, അടങ്ങാത്ത മോഹമിതാ, നബിദിനമെന്നും ഈമാനിനകത്ത് സ്തുതി ദിനമാനബിയെ, ഞങ്ങളുടെ സ്ഥിതി അറിയൂ നിധിയേ. 12 പുലരി വിരിഞ്ഞു, പുഞ്ചിരി തൂകി പകല് തെളിഞ്ഞു, പുന്നാര ഹബീബിൻ കൽബദിലേക്ക് നടന്നിടുന്നു. ഒടുങ്ങാത്ത സ്നേഹമിതാ, അടങ്ങാത്ത മോഹമിതാ, നബിദിനമെന്നും ഈമാനിനകത്ത് സ്തുതി ദിനമാനബിയെ, ഞങ്ങളുടെ സ്ഥിതി അറിയൂ നിധിയേ.